ഇംഗ്ലീഷ് മെഡിസിൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ഇതേപോലെ എന്തുകൊണ്ടാണ് ആയുർവേദിക് മെഡിസിനിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ് എന്ന് കൃത്യമായി അതിൻ്റെ മരുന്നുകൾ രേഖപ്പെടുത്താത്തത്? ഇനി അല്ല അങ്ങനെ രേഖപ്പെടുത്താറുണ്ടോ? തീർച്ചയായിട്ടും ഓരോ മരുന്നിൻ്റെ പുറത്തും അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കൃത്യമായ അളവിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അത് രേഖപ്പെടുത്താതെ ഒന്നൊരു മരുന്ന് നിർമ്മിക്കാൻ സർക്കാർ അനുവദിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് അത് വ്യക്തമാണല്ലോ. പിന്നെ പല ഔഷധങ്ങളും ആയുർവേദത്തിൻ്റെ ടെക്സ്റ്റുകളുണ്ട്. ഇപ്പോൾ അഷ്ടാംഗഹൃദയം, ചരകസംഹിത, അല്ലെങ്കിൽ സഹസ്രയോഗം എന്നൊക്കെ പറഞ്ഞ മരുന്നുകളുടെ മാത്രമുള്ള ടെക്സ്റ്റുകളും വേറെയുണ്ട്. അതിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ മരുന്നുണ്ടാക്കുന്നത്. ദാനന്തരം കഷായം എന്നാണെങ്കിൽ ആ ദാനന്തരം കഷായത്തിൽ എന്തൊക്കെയാണ് മരുന്നുകൾ വേണ്ടതെന്ന് ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ആ ദാനന്തര കഷായത്തിൻ്റെ കൂട്ടത്തിൽ സഹസ്രയോഗം എന്നാവും ചിലപ്പോൾ അതിൻ്റെ എവിടുന്നാണ് ഇത് റെഫറൽ ടെക്സ്റ്റ് എന്നുള്ളതും ചിലപ്പോൾ ചെയ്യാം. പുതിയ മെത്തേഡ് അനുസരിച്ചിട്ട് അതിലും ഓരോന്നും ഇപ്പോൾ എഴുതണം എന്നുള്ളതാണ്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഓരോന്നിനും വ്യത്യാസം ഉണ്ടായി. പേരിൽ തന്നെ നമ്മളെ കേതാൻ ഫാൻ്റെ പരസ്യം പോലെ നാമം തന്നെ ധാരാളം. അല്ല, അതിൽ അങ്ങനെയാണ് ഉള്ളത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഓരോന്നും അത് കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ്. അല്ല, ഞാൻ ഇഷ്ടം പോലെ ഡോക്ടർമാർ ഞാൻ തന്നെ കാട്ടിട്ടുണ്ട്. അവർ നിരന്തരം പറയുന്നതാണ് ആയുർവേദിക് മെഡിസിൻ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കാറില്ല എന്നുള്ളത്. തെറ്റാണ്. പഠിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ആയുർവേദത്തിനെ അടച്ചാക്ഷേപിക്കാറ്, കണ്ണടച്ച ആക്ഷേപം നടത്താറ്. ഈ പറഞ്ഞ സംഗതികളൊക്കെ ആയിപ്പെട്ടതാണ്. അതൊന്ന് പഠിക്കാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ആരും തയ്യാറാവുന്നില്ല എന്ന സത്യം. എന്നാൽ നമ്മൾ ആയുർവേദക്കാർ ആധുനിക വൈദ്യശാസ്ത്രം എന്ത് പറയുന്നു, എന്താണ് ചെയ്യുന്നത്, എന്താണ് മെഡിസിൻസ് കൊടുക്കുന്നത് ഞങ്ങൾ പഠിക്കണം. ഞാൻ പഠിക്കുന്ന കാലത്തും ബേസിക്കലായിട്ട് കുറേ കാര്യം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഠിക്കുന്ന ടെക്സ്റ്റുകൾ മുഴുവനും മോഡേൺ മെഡിസിൻ്റെ ടെക്സ്റ്റുകളാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡോക്ടറായിട്ടുള്ള ഇൻ്റർവ്യൂവിൽ അദ്ദേഹവും സമ്മതിച്ചു അതൊക്കെയാണ് പഠിക്കുന്നത്. എന്താണ് ബാക്കി ഫാർമയിൽ മാത്രമേ വ്യത്യാസങ്ങളുള്ളൂ എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഒരു വ്യത്യാസം. അതൊക്കെ പഠിക്കുന്നുണ്ട്.